നല്ലൊരു റിലേഷൻഷിപ്പിൽ സെക്സിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ചിന്തിക്കാറുണ്ട്. ചിലവർ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരം ലവേഴ്സ് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, അവൻ എന്നെ സെക്സിന് നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ അവൾ എന്നെ സെക്സിന് നിർബന്ധിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ നല്ലൊരു പ്രണയബന്ധത്തിലെ സെക്സിൻ്റെ പ്രാധാന്യം എന്താണ്? അവിടെ സെക്സിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സെക്സിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പരസ്പരം രണ്ടുപേർ തമ്മിൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു അവസരം പ്രണയബന്ധത്തിലുണ്ടാകും. ഇപ്പോൾ കാമുകനും കാമുകയും തമ്മിൽ അവർ കറങ്ങാൻ പോകുന്നു, അടുത്തിരിക്കുന്നു, പരസ്പരം പ്രേമസല്ലാപത്തിൽ ഏർപ്പെടുന്നു. ഈ സമയത്തെല്ലാം തന്നെ പരസ്പരം ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനുള്ള പ്രവണതകളെല്ലാം തന്നെ കൂടും. ഇത് പതിയെ പതിയെ സെക്സിലേക്ക് തിരികുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ യുഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും. കാരണം ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നതാണ്. സോറി, എനിക്ക് അല്പം ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, സോറി. അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഓ ഈ വീഡിയോയിൽ അവർ അങ്ങനത്തെ അഭിപ്രായമാണല്ലോ പറയുന്നതെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ സെക്സ് കടന്നു വരും. രണ്ടുപേർ തമ്മിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും തോന്നും, ചുറ്റിക്കറങ്ങാനൊക്കെ തോന്നും. ഈ സമയത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് പ്രണയബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ കിസ്സിനൊക്കെ വളരെ പ്രാധാന്യമുള്ള സമയമാണ്. പരസ്പരം അടുത്തറിയാൻ വെമ്പുന്ന ആ ഒരു സമയമാണ്. ടീനേജിൻ്റെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെയധികം ഒരു ത്രസിച്ച് നിൽക്കുന്ന സമയമാണ് ടീനേജിൻ്റെ ലവ് എന്ന് പറഞ്ഞാൽ. എന്നൊരു 30 വയസ്സിന് ശേഷം കുറച്ച് മെച്യൂരിറ്റി വരും. 35 വയസ്സിന് ശേഷമുള്ള പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ നല്ല മെച്യൂരിറ്റി വരുന്നതാണ്. അപ്പോൾ പ്രണയബന്ധത്തിൽ സെക്സിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ കേരളത്തിലെ ആ പഴയ ട്രഡീഷണൽ വാല്യൂസിനെല്ലാം മുറുക്കി പിടിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെക്സ് ചെയ്യരുത്, വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നത് പാപമാണ് എന്നെല്ലാം നമ്മൾ പറയും. അങ്ങനെ നമ്മൾ അഡ്വൈസ് ചെയ്യും കുട്ടികളെ. ഞാനും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ സെക്സിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഞാനത് പറയില്ല. വിവാഹത്തിന് മുമ്പ് സെക്സിൽ ഏർപ്പെടണമെന്ന് ഞാൻ ആരോടും പറയില്ല. എത്ര പ്രണയമുണ്ടെങ്കിലും പെൺകുട്ടികളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ബോഡി സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ബോഡി നമ്മൾക്ക് സ്വന്തമാണ്. അത് എങ്ങനെ നല്ല വാല്യുബിളായി സൂക്ഷിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം സെക്സിന് മുമ്പിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് നമുക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ പരസ്പരം നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ബോഡി ഇവർ മനസ്സിലാക്കി, അവരുടെ ബോഡി നമ്മൾ മനസ്സിലാക്കി, ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പം നമ്മളൊരു ഓപ്പൺ പുസ്തകമായി കഴിഞ്ഞു. ഇനി നമ്മളാകുന്ന പുസ്തകത്തിൽ വേറെ ഒന്നും വായിക്കാനില്ല. അപ്പോൾ ഗേൾസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബോഡിയെ നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ മാരേജിന് ശേഷമാണ് നിങ്ങൾ എല്ലാ വിധത്തിലും സെക്സിൽ ഏർപ്പെടേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. കാരണം ഇന്ന് പല സ്റ്റാൻഡേർഡോടുകൂടി ജീവിതം മുന്നോട്ട് വിടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ അവിടെ പറയാൻ ഞാൻ യോഗ്യയല്ല, അതുപോലെ ഞാൻ കമാൻഡ് ചെയ്യാനോ അഡ്വൈസ് ചെയ്യാനോ ഞാൻ യോഗ്യയല്ല. പക്ഷേ എപ്പോഴും പ്യുവറായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പിൽ ആ പ്രണയബന്ധത്തിൽ സെക്സിന് പ്രാധാന്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സെക്സിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ഒരു ഉത്തരം എനിക്കായാലും പറയാനായിട്ട് കഴിയില്ല. കാരണം മനുഷ്യൻ്റെ മാനസിക നിലയാണത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിൻ്റെ ഒരു തലമാണ്. മനുഷ്യൻ അത് എപ്പോഴും മനുഷ്യന് കൺട്രോളിങ് പവർ ഉണ്ടായെന്ന് വരില്ല. അവർ ആ തെറ്റുകൾ ചെയ്തു പോകുന്നത് മനുഷ്യൻ്റെ അപ്പോഴത്തെ അവസ്ഥയാണ്. ആ അവസ്ഥ തെറ്റായി പോയി എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ്സിലായാൽ പരസ്പരം കാണുക, അതോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറുക, ഫുഡ് ഷെയർ ചെയ്യുക, മനസ്സ് ഷെയർ ചെയ്യുക. പക്ഷേ ബോഡി ഷെയർ ചെയ്യുക എന്നുള്ളത് ആഫ്റ്റർ മാരേജിന് ശേഷമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം അതിൻ്റെ പിന്നെ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളെ ഒരാൾ പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കവിടെ പിന്നെ വിലയുണ്ടാവില്ല. പിന്നെ നമ്മളുടെ സ്ഥാനം ഒരു സ്ലേവിൻ്റെ ആയിരിക്കും, അടിമയുടെ ആയിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും അവരോട് ഓരോ കാര്യങ്ങൾക്ക് ബെഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം കറക്റ്റായി മനസ്സിലാക്കുക. യഥാർത്ഥ പ്രണയബന്ധത്തിൽ സെക്സിന് പ്രാധാന്യമുണ്ടോ എന്ന് വെച്ചാൽ സെക്സിന് പ്രാധാന്യമുണ്ട്. ഹഗ്ഗിങ്ങിനും കിസ്സിങ്ങിനും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓവറായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറക്കാതിരിക്കുക. നിങ്ങളുടെ
ജീവിത സാഹചര്യങ്ങളെ മറക്കാതിരിക്കുക, നിങ്ങളുടെ ബോഡി നിങ്ങൾ പ്യുവറായി സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവർ വില തരില്ല എന്ന് ഞാൻ ഓപ്പണായി പറയുകയാണ്. വില തരില്ല. നിങ്ങളൊരു ഓപ്പൺ പുസ്തകം ഒരിക്കലും ആകരുത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഓണമെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ഓണാകുമ്പോഴത്തേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.